അങ്ങനെ നിന്നെ പോലെ ഒരു അലപരാതിയുടെ പേരിൽ തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. അഥവാ ചാവേണ്ടി വന്നാ അതിനു മുമ്പ് നിന്നെ ഞാൻ കൊന്നിരിക്കും. അപ്പൊ എന്റെ വയറ്റിൽ വളരുന്ന യഥേടന്റെ കുഞ്ഞോ? ഭർത്താവിന്റെ കുഞ്ഞെന്ന് പറയുമ്പോ അതിന് സ്വന്തം കുട്ടിയുടെ സ്ഥാനമല്ലേ? അങ്ങനെ സ്ഥാനം സ്ഥാപിക്കാനുള്ള ഉദ്ദേശമാണോ? ബുദ്ധി കൊള്ളാം. അത് ഇവിടെ ചെലവാവില്ല. നമ്മൾ അതിന്റെ പേരിൽ തർക്കിക്കണ്ട. കൊച്ചിന്റെ അച്ഛൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തീരുമാനം യതിയേട്ടന് വിട്ടുകൊടുക്കാം. വാ, എനിക്കുള്ള മുറി കാണിച്ചതാ. നിക്ക് നിക്ക്, നിനക്ക് വേണ്ടി ഇവിടെ ആരും മുറി ഒരുക്കിയിട്ടില്ല. ഇല്ലേ? എന്നാ പിന്നെ ഞാൻ ഒരുക്കിക്കോളാം. എടി ഇവിടെ നിൽക്കാനാ പറഞ്ഞത്. എനിക്ക് അവിടെ നിൽക്കാൻ. മര്യാദയ്ക്ക് സ്റ്റെല്ല പോ. നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവര് വേറെ ഉണ്ടല്ലോ, അവരോട് പറയാം. യതിയേട്ടന്റെ ചേട്ടനെയും ഭാര്യയും വിളിക്ക് കാർത്തികേ. എന്നാ ഞാൻ വിളിക്കാം. ചേട്ടാ, ചേച്ചി. അവരിവിടെ ഇല്ല. ഉണ്ടല്ലോ. ചേട്ടന്റെ ഭാര്യ ബാംഗ്ലൂർ പോയിട്ട് മടങ്ങി വന്നെന്നും 2 പേരും ഇവിടെ ഉണ്ടെന്നും എനിക്കറിയാം. ഉദയേട്ടനും ഭാര്യയും പുറത്തു പോയിരിക്കുക. ആണോ? വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. 2 കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണോ നീ? 2 എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഞാൻ 1 കൽപ്പിച്ചിട്ടുള്ളൂ. കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനമാവണം. എന്റെയും കുഞ്ഞിന്റെയും ഭാവി സുരക്ഷിതമാവണം. കാർത്തികയ്ക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? യതിയേട്ടന്റെ നമ്പർ താ, ഞാൻ വിളിച്ച് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം. എന്താ നമ്പർ തരാത്തത്? എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. എന്നാ എനിക്ക് നമ്പർ തരണ്ട. എന്റെ മുന്നിൽ വെച്ച് വിളിക്കേ, എന്നിട്ട് എനിക്ക് ഫോൺ താ, ഞാൻ സംസാരിക്കാം. അങ്ങനെ നീ പറയുന്നതൊക്കെ കേൾക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? ഞാൻ യതിയേട്ടനോട് ഈ കാര്യം ചോദിച്ചതാ. എന്നിട്ട് ഇങ്ങനൊരാളെ യതിയേട്ടൻ അറിയേയില്ല. നീ പറയുന്ന ഒന്നും വിശ്വസിക്കണ്ടെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? എങ്കി കാണേണ്ടവരെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇന്നൊരു തീരുമാനം ഉണ്ടാവണം. നാശമായല്ലോ. എഴുന്നേക്കടി ഇവിടുന്ന്. അയ്യോ, ഉദയേട്ടന്റെ നന്ദനെ എപ്പോ വരുമെന്തോ. സ്റ്റെല്ലയോടാ പറഞ്ഞത് ഇവിടുന്ന് എഴുന്നേൽക്കാൻ. എന്നാ റൂം കാണിച്ചതാ, ഇവിടെ ഇരിക്കുന്നില്ല. അത്യാവശ്യത്തിന് പൈസ വല്ലതും വേണമെങ്കിൽ തരാം. ഒന്ന് പോയിട്ടാ. എത്ര രൂപ തരും? ഒരു 1500 രൂപയുണ്ട് എന്റെ കയ്യില്. 1500 രൂപയോ? അത് വഞ്ചിയിലിട്ട് സൂക്ഷിച്ചു വെക്ക്. സത്യമായിട്ടും വേറെ പൈസ ഇരിപ്പില്ല. 10 ലക്ഷം രൂപ തരാന്ന് കാർത്തിക് എന്നോട് വാക്ക് പറഞ്ഞതാ. ഒരു 10,000 രൂപ ഞാൻ തന്നു കഴിഞ്ഞു. 10 ലക്ഷത്തിന്റെ സ്ഥാനത്ത് 10,000? അന്നേ ഞാൻ പറഞ്ഞതാ അത് കണക്കിപ്പെടില്ലാന്ന്. സാരമില്ല, പുറത്തു പോയവര് വരട്ടെ, ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. അയ്യോ, എടി അവിടെ നിക്ക്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഏട്ടനും വൈഫും ഒന്നും അറിയരുത്. അങ്ങനെ മയത്തെ സംസാരിക്കും. ചുരുക്കത്തില് 1500 രൂപ എവിടെ ഇരിപ്പുള്ളൂ? വേറെ രക്ഷയില്ല. ഇല്ലഞ്ഞിട്ടാ. എന്നാ ആ വളയിങ്ങതാ. കയ്യിലിരിക്കുന്ന ആ വളയില്ലേ, കാർത്തികയ്ക്ക് അത് ചേരൂല. എന്താ ആലോചിക്കുന്നേ? വള തരാൻ പറ്റില്ല. എന്നാ ഞാൻ പോകുന്നുമില്ല. എടി, നീ ഭീഷണിപ്പെടുത്താണോ? ഇതെന്തോന്ന് ഭീഷണി? അതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ദേ, ഞാൻ തൽക്കാലം ഈ മുറിയിലോട്ട് കയറാൻ പോവാ. എന്നെ പിന്നെ അതിനകത്ത് നിന്ന് ഇറക്കി വിടാൻ കാർത്തിക പ്രയാസപ്പെടും. സ്റ്റെല്ല നിക്ക്. വള തരാം. എടി, വള തരാം. വേണോ? നിക്ക്, തരാം. ഉദ്ദേശിച്ച അത്രയില്ല. തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. 10 ലക്ഷം വേഗം ഉണ്ടാക്കി വെക്കണം. ഞാൻ വരാം. അയ്യോ, ഇനിയും 10 ലക്ഷോ? അപ്പൊ ഈ വളയുടെ വില? ഇത് കണക്കിപ്പെടില്ല.
ഇതിങ്ങനെ വിട്ടാ പറ്റില്ല മാഡം. ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ആ സ്ത്രീ. മാഡത്തെ ചൂഷണം ചെയ്യാന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യാനാ മഹേഷേ? കേസ് കൊടുക്കണം. ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ആദ്യം പൈസ, ഇപ്പൊ സ്വർണം. ഇതിനി നിയന്ത്രിച്ചില്ലെങ്കിൽ നാളെ വലിയ പ്രശ്നമാവും. മാഡം ധൈര്യമായിട്ട് കേസ് കൊടുക്കുക. സ്റ്റെല്ല മുൻകൂട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. അതും ആ CI സജികുമാറിന്റെ മുമ്പില്. അയാൾ എന്നെ വന്ന് കണ്ടിരുന്നു. ഉദയൻ സാറിന്റെ ഫ്രണ്ട് അല്ലേ ആ CI? അതാ പ്രശ്നം. ഭാഗ്യത്തിന് അയാൾ ഇതുവരെ ഉദയേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പറയാൻ സാധ്യതയുണ്ട്. പോലീസിൽ പരാതി കൊടുത്തെങ്കിൽ സ്റ്റെല്ല പറയുന്നത് കള്ളമല്ല. യതീന്ദ്ര സാർ എന്തു പറയുന്നു? എന്തു പറയാൻ? ആദ്യം സ്റ്റെല്ലയെ അറിയില്ലെന്നായിരുന്നു. പിന്നെ ചെറിയൊരു പരിചയം ഉണ്ടെന്നായി. ആ മനുഷ്യൻ പറയുന്ന ഒന്നും എനിക്ക് വിശ്വാസമാവണില്ല. മാഡം ഒറ്റയ്ക്ക് എന്തിനീ കുരിശു താങ്ങണം? ഒന്നും അറിയില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കണം. മഹേഷിന് സ്റ്റെല്ലയെ അറിയാഞ്ഞിട്ട. ഉടുമ്പിന്റെ ഇനമാ. പിടിച്ചാ പിടിവിടില്ല. എന്റെ മുമ്പിൽ ഇത്ര ആളാവണമെങ്കില് ഊഹിക്കരുതോ അവരുടെ സ്വഭാവം? അത് ശരിയാണ്. ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല മഹേഷേ. 10 ലക്ഷം വേണമെന്നുള്ള ഡിമാൻഡിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ? പോരാത്തതിന് വരുമ്പോ വേറെ കൊണ്ടുപോകുന്നില്ലേ? ഒരു സൊല്യൂഷൻ കാണണം. അതെ. മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റെല്ലയെ ഒഴിവാക്കണം. മറ്റാരെങ്കിലും കൊണ്ട് സംസാരിപ്പിക്കാവുന്നതാണോ? അങ്ങനെ ഒഴിവാക്കുന്ന കാര്യമല്ല. അവളെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഒഴിവാക്കണം. മാഡം, അതാ സ്റ്റെല്ലയ്ക്കുള്ള ശിക്ഷ. നിസ്സാര കാര്യമല്ലേ പറയുന്നത്? അറിയാം. ഈ കാര്യത്തിൽ മഹേഷിന് എങ്ങനെ എന്നെ സഹായിക്കാൻ കഴിയും? നേരിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട. ചെയ്യാൻ പറ്റിയ പാർട്ടിയെ ഏർപ്പാടാക്കി തന്നാ മതി. ആർക്കെങ്കിലും 2 അടി കൊടുക്കാവുന്ന ടീമിനെ എനിക്ക് പരിചയമുള്ളൂ. അതുപോരെ, അവളെ വക വരുത്തണം. അത്രയ്ക്ക് പകയുണ്ട് എനിക്ക്. അതിന് മറ്റൊരു അപകടമുണ്ട് മാഡം. സ്റ്റെല്ല പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. സർക്കിളിന് കാര്യങ്ങളെല്ലാം അറിയാം. ആ സാഹചര്യത്തിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ മാഡത്തെ പോലീസ് സംശയിക്കും. അത് അപകടമാകും. നമ്മുടെ പോലീസാണ്. ചെറിയൊരു സൂചന മതി, അവരടിവേര് വരെ പിഴുതെടുക്കും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മാഡം ഒരു അപകടത്തിൽ ചെന്ന് തലവെക്കണ്ട. പിന്നെ അവളെ വെറുതെ വിടാനോ? അത് പറ്റില്ല. തോറ്റു കൊടുക്കാൻ വയ്യ. ഒരു ഐഡിയ ഉണ്ട്. പ്രഗ്നൻസിയാണ് അവളുടെ തുറുപ്പ് ചീട്ട്. അത് വെച്ച അവള് വില പേശുന്നത്. ആ ഗർഭം ഇല്ലാതാകണം. അതോടെ സ്റ്റെല്ലയുടെ പത്തി താഴും. പിന്നെ അവൾ എന്ത് ചെയ്യാൻ? പക്ഷേ നമ്മൾ എന്ത് ചെയ്യാനാണ് മാഡം? ഒരു ആക്സിഡന്റ് പറ്റാം. ദിവസേന എത്രയോ അപകടങ്ങൾ റോഡിൽ നടക്കുന്നു. കൂട്ടത്തിലൊന്ന്. അതും റിസ്ക് ആണ്. റോഡ് നീളെ ക്യാമറയല്ലേ മാഡം? നമ്മുടെ കഷ്ടകാലത്തിന് പിടിക്കപ്പെട്ട പണിയാകും. മഹേഷ് ഏതിനും തടസ്സം പറയാണോ? കാർത്തിക മാഡത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതുകൊണ്ടാ. ഓക്കെ. പ്രഗ്നന്റ് ആയ സ്റ്റെല്ല അധികം വൈകാതെ പ്രഗ്നന്റ് അല്ലാതാവും. അതിനുള്ള പോംവഴി കണ്ടെത്തണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. മഹേഷ് പോയിക്കോ. ശരി. ഒന്ന് വെയിറ്റ് ചെയ്യണേ, 10 മിനിറ്റ്. ശരി മാഡം. അയ്യോ ദൈവമേ, ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇനി വഴി തെറ്റിയതായിരിക്കോ? അല്ല, ഇങ്ങോട്ട് തന്നെ. ഈശ്വര, പ്രശ്നമാവോ?
എന്താ ഇപ്പൊ ചെയ്യാ? ഞാൻ വാതിൽ തുറക്കുന്നില്ല. കുറച്ചേരം ഇവിടെ നിന്നിട്ട് പോട്ടെ. ദൈവമേ, പുതിയേട്ടനോ മറ്റോ വന്നാലോ? അതും ആകെ പ്രശ്നമാവുമല്ലോ. ആരാ? കാർത്തികയല്ലേ? ഇത് ഞാനാ. ഞാന് ആ ചേച്ചിയാണോ? എനിക്ക് ആദ്യം മനസ്സിലായില്ല. കാർത്തിക എന്താ ഇവിടെ? ഞാൻ ഇത് നന്ദനയുടെ വീടല്ലേ? ഞാൻ അന്വേഷിച്ച് വീട് കണ്ടുപിടിച്ച് വന്നതാ നന്ദനയെ കാണാൻ. ഇതല്ലേ വീട്? നന്ദന അവൾ ഇവിടെയാണ് താമസം. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? കാർത്തിക എന്താ ഒന്നും മിണ്ടാത്തെ? വീട്ടിൽ വന്നപ്പോ നിർത്താതെ വർത്തമാനം പറഞ്ഞ ആളായിരുന്നല്ലോ. കാർത്തികയുടെ ആരാണ് നന്ദന? എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന് ഉദയേട്ടൻ. ഉദയേട്ടന്റെ വൈഫാ നന്ദന. അതായത് ചേട്ടത്തി അമ്മ. എന്ന് കരുതി അവള് എന്നേക്കാൾ ഇളയതാ. ഉദയേട്ടനും നന്ദനും തമ്മില് 10-20 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അതിന്റേതായ പ്രശ്നമുണ്ട്. ഉദയേട്ടനല്ല, അവൾക്ക്. എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം കാർത്തിക ഞങ്ങളോട് പറഞ്ഞില്ല. എന്തിനാണ് മറച്ചു വെച്ചത്? ചേട്ടന്റെ അനിയന്റെയും ഭാര്യമാർ തമ്മില് മത്സരം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ? അപ്പൊ ഞാൻ പറയുന്നതിന്റെ പ്രാധാന്യം കുറച്ച് കാണും. ശരിക്കും നിങ്ങൾക്കിടയിലുള്ള മത്സരമാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ അല്ല ചേച്ചി, ഒരിക്കലും അല്ല. ഞാൻ എന്തിനാ നന്ദനോട് മത്സരിക്കുന്നത്? സ്വത്തിന്റെ കാര്യത്തിലായാലും കുടുംബ പാരമ്പര്യത്തിലായാലും ഞാനാണ് മുന്നില്. തൃപ്രയാർ രാമമംഗലം കോവിലകത്തെയാ ഞാൻ. നന്ദനയോ ഏതോ കാര്യസ്ഥൻ ശിവരാമൻ നായരുടെ മോള്. പിന്നെ സൗന്ദര്യം പൊങ്ങച്ചം പറയല്ലോ ചേച്ചി. ഞങ്ങള് രണ്ടും കൂടി ഒരുങ്ങി ഇറങ്ങിയാല് ആളുകൾ എന്നെ നോക്കൂ. പക്ഷേ നന്ദനയുടെ വിചാരം അവളെ എല്ലാവരും നോക്കുന്നേന്നാ. അതിന്റെ ജാട വേറെ. അതെ, തുറന്നു പറയുന്നുണ്ട് ജലചേച്ചിക്കൊന്നും തോന്നരുത്. നന്ദനെ മതിമറന്ന് നോക്കിയ ഒരാളെ ഉള്ളൂ. ആരാ? ഹരിപ്രസാദ്. ആ നോട്ടം അപാരതയായി തീർന്നു. എനിക്കതാ ഹരിയോട് ദേഷ്യം. നല്ലൊരു ചെറുപ്പക്കാരൻ, ഒന്നാന്തര ജോലി, ഇഷ്ടം പോലെ സാമ്പത്തികം, അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോൻ. അവൻ ഈ കണ്ടകശനിക്കാരിയെ ചുറ്റിപ്പറ്റി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? കണ്ടകശനിയോ? നന്ദനയുടെ ജാതകത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അവളുമായി ആരെടുക്കുന്നോ അവർക്ക് പ്രശ്നമുണ്ട്. അതാ ആ ജാതകത്തിന്റെ വിശേഷം. ഉദയേട്ടന്റെ കാര്യം ഞാനിവിടെ കാണുന്നതല്ലേ. ഈയിടെയായി കുടി തുടങ്ങിയിരിക്കുക. സന്ധ്യയായ കുപ്പി തുറക്കും. നന്ദന എതിർത്തൊന്നും പറയാറില്ലേ? വെള്ളവും മിക്സറും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് നന്ദനയാ. അതാ അവള്. ഹരിപ്രസാദ് കുടിക്കോ ചേച്ചി? ഇല്ല. എന്നാ തുടങ്ങിക്കോളും. മോളോട് പറയണേ സപ്പോർട്ട് ചെയ്യല്ലേന്ന്. കൊച്ചുകുട്ടിയല്ലേ സുപ്രിയ, അതിന്റെ ജീവിതം പാഴായി പോവും. കാർത്തികയ്ക്ക് നന്ദനയോടുള്ള വിരോധമാണോ ഹരിയോടും കാണിക്കുന്നത്? അതിന് നന്ദനയോട് എനിക്ക് വിരോധമില്ലല്ലോ. അവളുടെ ധിക്കാരത്തോട് മാത്രം എനിക്ക് എതിർപ്പ്. ഹരിപ്രസാദിനോടും വിരോധമില്ല. നല്ലൊരു ജീവിതം വഴിയാധാരാവോന്നുള്ള വിഷമോ? മോളെ കുറിച്ച് ഓർക്കുമ്പോ ചേച്ചിക്ക് ആ വിഷമോ ഇല്ലേ? വീട്ടിൽ രവിയെ അറിയിക്കാതെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാന്നറിയാമോ? നന്ദനയെ കാണാൻ. അയാൾ എപ്പോ വരും? അത് പറയാൻ പറ്റില്ല. എന്നോട് പറഞ്ഞിട്ടല്ല പോകുന്നത്. എന്തായാലും കാർത്തികയ്ക്ക് അറിയാതിരിക്കില്ല. ഞാനെന്തായാലും നന്ദനയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഓഫീസില് ജോലി കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോ രാത്രിയാവും. ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാം. ഓഫീസിൽ നിന്നിറങ്ങിയ ടെക്സ്റ്റൈൽസിൽ പോകുന്നൊരു പതിവുണ്ട്. നല്ലൊരു സമയമാവും ഇങ്ങെത്താൻ. സാരമില്ല, രണ്ടിടത്തെ നമ്പർ താ, ഞാൻ വിളിച്ചിട്ട് ചെല്ലാം. നന്ദനയെ കണ്ടിട്ട് എന്തിനാ ചേച്ചി? പരിചയപ്പെടാനാണോ? അതെ, വഴക്കിനൊന്നുമല്ല. ഹരിയുടെ അമ്മയച്ഛനെ അവർക്കറിയാലോ.
ഭാര്യയുടെ അമ്മയെ കൂടി പരിചയപ്പെട്ടിരിക്കട്ടെ. ഇപ്പൊ അത് വേണോ? പിന്നെ എപ്പോഴാ? ചേച്ചി നന്ദനെ കാണാൻ വരട്ടെ. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായാൽ അതിന് പിന്നിൽ ഞാനായിരിക്കുമെന്ന് നന്ദന വിചാരിക്കും. അത് ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാർത്തികയ്ക്ക് അവളെ പേടിയാണെന്ന് ചുരുക്കം. പേടിച്ചിട്ടല്ല, അവളെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. പക്ഷേ ഈ കുടുംബത്തിന്റെ കാര്യം ഞാൻ ഓർക്കണമല്ലോ. ഇവിടെ ഒരു ഒച്ചപ്പാടുണ്ടാവാൻ പാടില്ല. പിന്നെന്തിനാ കാർത്തിക വീട്ടിൽ വന്ന് ഹരി നന്ദനും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റി പറഞ്ഞത്? ഒരു മനസുഖത്തിന് വേണ്ടിയാ? അല്ലല്ല, സുപ്രിയയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു കരുതലുണ്ടായിരിക്കണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് ജലജേച്ചി ഒന്ന് മനസ്സിലാക്ക്. ഈ അടുത്ത സമയത്ത് നന്ദനെ ഹരിയുമായി വലിയ അടുപ്പമില്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അറിയാം. നന്ദന മാറി നിന്ന് ഫോൺ ചെയ്യുന്നത് ഇപ്പൊ കുറവാ. അവളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോ എനിക്കറിയാം ആരോടാ സംസാരിക്കുന്നേന്ന്. ഇനി ഹരിപ്രസാദ് ഇവിടെ വന്നാ ഞാനായിട്ട് നന്ദനയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാം. അതുകൊണ്ടും അവൾ ഒതുങ്ങിയില്ലെങ്കിൽ ജലചേച്ചിയെ ഞാൻ വിവരം അറിയിക്കാം. ചേച്ചി വരണം. അവളെ പിടിച്ചു നിർത്തി ചോദിക്കണം. ഉദയേട്ടന്റെ മുമ്പിൽ വെച്ചായാലും കുഴപ്പമില്ല. 2 പേരും ഉള്ള സമയം ഞാൻ നേരത്തെ പറയാം. ഇപ്പൊ പോ. കാർത്തികയെ എനിക്ക് വിശ്വസിക്കാമോ? കണ്ണു അടച്ച് വിശ്വസിക്കാം. ഒരനിയത്തിയായി ചേച്ചി എന്നെ കാണണം. സുപ്രിയയുടെ ജീവിതത്തില് ഒരു പ്രശ്നം ഉണ്ടാവാതെ നമുക്ക് നോക്കാം. ഈ വാക്കുകൾ മുഖവിലേക്കെടുത്തുകൊണ്ട് ഞാൻ പോകുന്നു. ചായ പോലും കുടിച്ചില്ല. സാരമില്ല. ഇവരിങ്ങോട്ട് വലിഞ്ഞു കയറി വരുമെന്ന് ആരോർത്തു? ഛേ, ചായ. എന്താ രവി, ഒരു മൂഡ് ഓഫ്? ഒന്നുമില്ല. ചായ കിട്ടാൻ വൈകിയതുകൊണ്ടാണോ? അല്ല. പിന്നെന്ത് പറ്റി? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു, എന്തോ രവിയുടെ മനസ്സിലുണ്ട്. താൻ അറിയാതെ ഞാനൊന്നും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അതിനർത്ഥം രവി അറിയാതെ ഞാനെന്തോ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു എന്നല്ലേ? അറിയില്ല. രവി അറിയില്ലെന്ന്. ഞാൻ പോയതിനെ പറ്റി എന്തോ ഒന്നും ചോദിക്കാതിരുന്നത്? താനെന്താ പോയ വിശേഷം പറയാതിരുന്നത്? അപ്പോ അതാണ് ഈ മൂടിക്കെട്ടലിന് കാരണം. ഒരു മൂടിക്കെട്ടലുമില്ല. ജലജ ഏതോ കൂട്ടുകാരുടെ വീട്ടിൽ പോയി തിരിച്ചു വന്നു. ഏത് കൂട്ടുകാരെന്നാ പറഞ്ഞത്? ബിന്ദു. എവിടെയാ സ്ഥലം? കരുനാഗപ്പള്ളി. ഞാൻ എത്ര തവണ പറഞ്ഞു? ബിന്ദു. അവരിപ്പോഴും കരുനാഗപ്പള്ളിയിലാണോ താമസിക്കുന്നത്? അതെ, എന്നച്ചിനടുത്താ. ജലജ അവിടെ പോയാണോ ബിന്ദുവിനെ കണ്ടത്? ആ, KSRTC ബസ്സിലെ പോയേ. കരുനാഗപ്പള്ളിയിൽ? അതെ രവി. അപ്പൊ ഇതെന്താ? ഇത് ബസ് ടിക്കറ്റ് അല്ലേ? കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പൊ തൃശ്ശൂരേക്ക് മാറ്റിയോ? ജലജയുടെ ബാഗിൽ നിന്ന് വീണ് കിട്ടിയതാ തൃശ്ശൂരേക്കുള്ള ടിക്കറ്റ്. തനിക്ക് എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ? ജലജേ. സോറി രവി, ഞാൻ പറയാം. പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി തൃശ്ശൂർ നന്ദനയുടെ വീട്ടിലാ ജലജ പോയതെന്ന്. അവിടെ പോകുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാ. വേണ്ടെന്ന് ഞാൻ വിലക്കിയതുവാ. അതിന് കാരണമുണ്ട്. ഹരിപ്രസാദും നന്ദനയായിട്ടുള്ള അടുപ്പുവാ വിഷയം. നമ്മൾ എന്തൊക്കെയോ കേൾക്കുന്നു. അതിൽ കുറെയൊക്കെ സത്യം ഉണ്ടാകാം, ചിലപ്പോ മുഴുവൻ സത്യമായിരിക്കാം. പക്ഷേ അത് നന്ദനയോട് നേരിട്ട് ചോദിക്കുന്നത് ബുദ്ധിമോശമാണ്.